ഇനി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട്. ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഓണം സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യാനായിട്ട് വീട്ടിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാത്തത്. ഇതിപ്പോൾ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ചെറുതായിട്ടൊരു ഹോം ടൂർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണസദ്യ മേക്കിങ്ങും നമ്മുടെ ഗാർഡനൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ ട്രിവാൻഡ്രത്ത് മാത്രമുള്ള സ്പെഷ്യൽ ബോളിയാണ്. അതിൽ പായസം ഒഴിച്ചിട്ട് കുഴച്ച് കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് കിഴക്കേപ്പാടം എന്ന അതിമനോഹരമായ ഗ്രാമം. ഇവിടെ വെച്ചിട്ടല്ല ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് റെൻറ്റിനായതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോസൊന്നും ഹോം ടൂറായിട്ട് ചെയ്യാത്തത്. ഇതാണ് എൻ്റെ സ്വന്തം വീട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഒരു എല്ലാവരുടെയും വീട് പോലെ തന്നെ ഒരു നോർമലി വീട് തന്നെയാണ്. ഇതാണ് ഹാള്. ആ സൈഡിൽ കാണുന്നതാണ് ഉമ്മച്ചിക്ക് നിൽക്കുന്ന സ്ഥലത്താണ് കിച്ചണ്. പിന്നെ ഇതുപോലെ തന്നെ 3 റൂമും ഉണ്ട്. ഇവിടെ വലിയ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. സാധാരണ എല്ലാവരുടെയും വീട് പോലെ ഒരു നോർമൽ വീട് തന്നെയാണ്. അകത്ത് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും പുറത്തേക്ക് ചാടിയാലോ. പുതിന കൃഷിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഉമ്മച്ചിയുടെ കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയെ സോപ്പിട്ടിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ കാണുന്നതെല്ലാം വാപ്പച്ചി ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ് കേട്ടോ. സിമൻറ്റ് വെച്ചിട്ട് യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കി മോൾഡൊന്നും ഇല്ലാതെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ചെടിച്ചട്ടികളാണ് കേട്ടോ. ഇത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് സഹിക്കുന്നില്ല. എന്നിട്ട് അതിൽ ഓടിൻ്റെ പെയിൻറ്റ് വെച്ച് ഒരു കോട്ടിങ്ങേ അടിച്ചിട്ടുള്ളൂ. ഇനി ഒരു കോട്ടിങ്ങും കൂടെ അടിച്ചെടുക്കണം. ഇതുപോലെ മോൾഡ് ഇല്ലാതെ ഷീറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കി എടുത്തിട്ട് ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ വീട് നിറച്ച് ചെടിച്ചട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പല പല കളറിലും പല പല ഡിസൈനിലുമായിട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ. ഇത് ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. പണ്ടാണെങ്കിൽ എനിക്കങ്ങനെ ചെടികളോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട്. ഇവിടെ ഉമ്മച്ചിയുടെ കൃഷികളും പൂന്തോട്ടവും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഇത് കാണാനൊക്കെ ആയിട്ട് ഒരുപാട് പൂവുണ്ടായിരുന്നു. ഇപ്പോൾ ഓണം സമയമായപ്പോൾ അത്തപ്പൂക്കൾ ഇടാനായിട്ട് പറിച്ചെടുത്തത് കാരണമാണ് ഒരുപാട് പൂവൊന്നും ഇപ്പോൾ കാണാത്തത്. ഈ കാണുന്ന എല്ലാ ചെടിച്ചട്ടിയും വാപ്പച്ചി സിമൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് ചെടിച്ചട്ടി ഉണ്ടാക്കി തരാമെന്ന് പ്രോമിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മേക്കിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം കണ്ടോ, ബാക്കി വരുന്നതിലൊക്കെ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെയാണ്, അതിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരുപാട് ചെടികളും വെറൈറ്റീസൊന്നും ഇല്ല. ഉള്ള ചെടികളൊക്കെ കുറേയൊക്കെ ഒരുപോലത്തെ സെയിം ചെടികളാണ്. ഈ കാണുന്ന മുഴുവനും വാപ്പച്ചി ഉണ്ടാക്കിയ ചെടിച്ചട്ടികളാണ് കേട്ടോ. അതിലാണ് ഈ ചെടികളൊക്കെ നട്ടു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇടയായിട്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. അപ്പോൾ ഓർക്കിഡ് ഉണ്ട്, ആന്തോറിയ ഉണ്ട്, പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് വീഡിയോ എടുക്കാമല്ലോ. ഇത് വെണ്ടയ്ക്കയാണ്. ഒരുപാട് കൃഷിയുണ്ട് മുകളിൽ കുറേ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെറി വന്ന സമയത്ത് അത്രയൊന്നുമില്ല. പിന്നെ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ പെയിൻ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യുകയും ചെയ്യാം. എന്ത് ചെടി നട്ടാലും അതിൻ്റെ സൈഡിൽ 2-3 വാഴയെങ്കിലും നട്ടില്ലെങ്കിൽ വാപ്പച്ചിക്ക് ഒരു സമാധാനം കാണില്ല. അതുകൊണ്ട് തന്നെ സൈഡ് ഫുള്ള് ഉമ്മച്ചിക്കും കൊടുത്തിട്ടുണ്ട്, ബാക്കി സൈഡിൽ വാഴ നടാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഗാർഡനിലുള്ള ചെറിയ ചെറിയ ചെടികളും ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളും. ഒരുപാട് സ്ഥലമൊന്നും ഇല്ലെങ്കിലും ഉള്ള സ്ഥലത്ത് ഇഷ്ടം പോലെ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇറങ്ങി വരുന്ന സ്ഥലത്താണ് ഈ ചെടികളൊക്കെ നട്ടു വെച്ചിരിക്കുന്നത്. അവിടെയും ശരിക്കും റോസാപ്പൂവും ജമന്തിയും ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ റോസയൊക്കെ കാണാനായിട്ട്. മോനാണെങ്കിൽ അവിടെ സൈക്കിൾ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഫ്രണ്ടിലിട്ട് സൈക്കിൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ടിട്ട് ഓട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സൈഡിലോട്ട് മാറി. ഇത് നമ്മൾ കയറി വരുന്ന പോർഷനിലാണ് ഇതുപോലത്തെ ചെടികളൊക്കെ നട്ടു വെച്ചിരിക്കുന്നത്. ഇത് ചെമ്പരത്തിയാണ്, നിറയെ പൂവുണ്ട് ഇതിൽ. പിന്നെ ഇത് ഞാൻ താളിയിടാനൊക്കെ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. തലയിൽ നല്ല താരനൊക്കെ ഉണ്ടെങ്കിൽ താളി ഇടുമ്പോൾ ഒരു 2-3 ദിവസമൊക്കെ താളി ഇടുമ്പോൾ തലയിലെ താരനൊക്കെ അത്യാവശ്യം പോവും. പക്ഷേ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് നട്ട് വളർത്തിയിരിക്കുന്നതാണ് ചെമ്പരത്തി. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ, നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ JCB ഉണ്ട്. JCB ലോറിയിലൊക്കെ മണ്ണ് വാരി ഇടുന്നതൊക്കെ പിള്ളേർ വെറുതെ വെളിയിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. പിന്നെ രാവിലെ
എണീക്കുമ്പോഴാണ് ഈ ഒരു ഭയങ്കര സൗണ്ടാണ്. ബാക്ക് സൈഡിലായതുകൊണ്ട് തന്നെ ഉറങ്ങിയിരിക്കുമ്പോൾ ഈ ഒരു JCBയുടെ സൗണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ മക്കൾക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് JCB ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷമാണ്. ഇതിനിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടെയൊക്കെ വെണ്ടയ്ക്കയും പയറും ഒക്കെ കൃഷിയുണ്ട്. ഒരുപാടില്ല, കാരണം വേറി വന്നതിന് ശേഷം ഇപ്പോൾ നല്ല രീതിയിലെല്ലാം പട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമൊക്കെ നമ്മൾ വീട്ടിൽ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ മലക്കറിയൊക്കെ കുറച്ചൊക്കെ നമ്മൾ തന്നെയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ, ആകാശമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല പച്ചപ്പും ആകാശമൊക്കെ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കുമ്പോഴും അല്ലാതെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലം അത്യാവശ്യം പൊക്കത്തിലുള്ളൊരു സ്ഥലമാണ്. അപ്പം റോഡിനെക്കാട്ടിലും നല്ല പൊക്കത്തിനാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം നല്ല വ്യൂ ആണ് ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് കാണുമ്പോൾ. ദൂരോട്ടുള്ള പോർഷനൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ല രസമാണ്, വണ്ടിയൊക്കെ പോകുന്നതൊക്കെ കാണാനേ. എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയാണ് വാപ്പച്ചിയുടെ കൃഷികളാണ് ഇതെല്ലാം മേളിലുള്ളത്. വെണ്ടയ്ക്കയും കത്തിരിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് വലിയ മണി പ്ലാന്റ് ആണ് കേട്ടോ, അത് മുരിങ്ങയിലയിലാണ് പടർത്തിയിട്ടിരിക്കുന്നത്. ഇത് ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ആ മഞ്ഞപ്പൂ കാണുന്നത് സൂര്യകാന്തിയാണ് കേട്ടോ, സൂര്യകാന്തി നിറയെ പൂവുണ്ട്. ഞാൻ മുകളിൽ നിന്നപ്പോൾ അത്ര കണ്ടില്ല. ഇത് വാപ്പച്ചി 2 ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിമൻറ്റ് ചട്ടിയാണ് കേട്ടോ, പെയിൻ്റൊന്നും ചെയ്യാത്ത സിമൻറ്റ് ചട്ടി. ഇതിൽ കമ്പോസ്റ്റ് ഇട്ട് വെക്കുന്നുണ്ട്, വെജിറ്റബിളിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞു സദ്യ ആയി എന്ന്. എന്നാൽ പിന്നെ നമുക്ക് സദ്യ കഴിക്കാമല്ലോ. അതിന് മുന്നേ ആയിട്ട് കുറച്ച് ബോളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ബോളി ഉണ്ടാക്കാം. നിങ്ങൾ ഈ ബോളി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ ബോളി തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വ്ളോഗ് മാത്രമായതുകൊണ്ട് ഞാൻ കുക്കിംഗ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സാധാരണ നമ്മളെപ്പോഴും കുക്കിംഗ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ബോളി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഓണസദ്യ കഴിക്കാനുള്ള സമയമായി. വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് സദ്യയൊക്കെ എല്ലാവരും വിളമ്പി വെച്ചു. എനിക്ക് ഈ ഐറ്റംസൊക്കെ അധികം ഉണ്ടാക്കാനൊന്നും അറിയില്ല. കൂടുതലും ഉമ്മച്ചി തന്നെയാണ് സദ്യയൊക്കെ ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ് ഉമ്മച്ചിയുടെ സദ്യ കഴിക്കാനായിട്ട്. ഒരൈറ്റം പായസം ഉണ്ടാക്കിയുള്ളൂ, എന്നാൽ എന്താ അടിപൊളി പായസമായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബോളിയിൽ ഒഴിച്ചിട്ട് കഴിച്ച് നോക്കണം, എൻ്റെ പൊന്നും അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാം കഴിച്ച് വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പുറത്തോട്ട് പോകാമെന്ന് ഷോപ്പിങ്ങിനായിട്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ചെറിയൊരു വീഡിയോ. അങ്ങനെ ഒരുപാട് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും നല്ല രാത്രിയായി. അപ്പോൾ ഇനി ബാക്കി വന്നിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ചെറിയൊരു ഷോപ്പിങ്ങിന് ആ ഒരു കയറിയ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.